ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല. ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ എന്തായി? പിണറായി ഉണ്ടോ ഈ നാട്ടിൽ? പിന്നെ PV അൻവർ കഴിഞ്ഞ 9 മാസമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബാധിപത്യവും പിണറായിസവും മരുമോനിസവും പിന്നെ കേരളത്തിന്റെ മണ്ണിൽ മൂടപ്പെട്ടില്ലേ? PV അൻവർ ഉയർത്തിയ മുദ്രാവാക്യത്തിന് എന്തടിസ്ഥാനം? ഈ ഗവൺമെന്റിനെതിരെ എന്ത് ജനവികാരം? തീർന്നില്ലേ രാഷ്ട്രീയം? 2026 തെരഞ്ഞെടുപ്പിൽ ഒരു മുടക്കുമില്ലാതെ ഈ ഗവൺമെന്റ് തിരിച്ചു വരില്ലേ? അതിന് ഞാൻ കൂട്ടു നിൽക്കണോ? അതല്ല, ഞങ്ങൾ മാറി നിന്നുകൊണ്ട് ഈ പിണറായിസത്തിനെതിരെ ആ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു പോരാട്ടം നടത്തി ഒരു 10-25,000 വോട്ട് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് കിട്ടിയാൽ ഞാൻ ജയിക്കാൻ പോവാ. ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കിടക്കുക. അപ്പൊ 25,000 വോട്ട് എനിക്ക് കിട്ടിയാൽ എവിടെ പിണറായിസം? ചങ്കൂറ്റത്തോടെ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റുക. 25,000 വോട്ട് ഞാൻ പറഞ്ഞ പിണറായിസത്തിനെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചത് കണ്ടോ? ഈ വോട്ടും UDFന്റെ വോട്ടും കൂട്ടിയ വോട്ട്, അതാണ് പിണറായിസത്തിനെതിരെയുള്ള വോട്ട്. അവിടെ ഈ പിണറായിസത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വലിയ ഒരു ബാരിക്കേഡ് നിൽക്കുക. ആ ബാരിക്കേഡിനെ മറികടക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ അതിന് നിൽക്കണം. അതല്ല എന്റെ വാതിൽ കൂടി അടച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്യണ്ട്? ആരാ ഇതൊക്കെ കൊണ്ടു കിടക്കുന്നത്? ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ഇനി അദ്ദേഹത്തെ കുറിച്ച് എന്താണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ ഇടയിലെ അഭിപ്രായം? എന്താ ചർച്ച ഒന്നേ ഉള്ളൂ. മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുത്താൽ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും കോൺഗ്രസിന് എന്ന് പറഞ്ഞ VD സതീശനായി UDFനെ നയിക്കുന്നത് അല്ലേ? എപ്പോഴാ പറഞ്ഞത്? അൻവർ വഴിയരി കൂടെ നടന്നു പോകുന്ന UDFന്റെ ഭാഗമല്ലാത്തൊരു മനുഷ്യർക്ക് വേണ്ടാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അപകടം പറ്റുന്നേ പറഞ്ഞിട്ടുള്ളൂ. UDFന്റെ അകത്ത് MLA ആയി നിന്ന് UDFന്റെ ഭാഗമായി നിൽക്കുന്ന VD സതീശൻ പറഞ്ഞതിന്റെ വീഡിയോ നിങ്ങളെടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ അടുത്തുണ്ട്. ആ ലീഗുകാര് ഈ നേതൃത്വം അംഗീകരിക്കുമോ? ചർച്ചയല്ലേ അവിടെ? 3ാമത്തെ കേസ്, ഇവിടെ ഏറ്റവും പ്രമാദമായ സരിത കേസ്. ആ സരിത കേസ് ഉണ്ടാവുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? അദ്ദേഹം നേരിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് വിശ്വസിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്.